ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ തേജുട്ടി ഫൺ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊല്ലത്ത് തേജുട്ടിയുടെ ചേട്ടന്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ചേട്ടന്റെ വീട്ടില് ചേട്ടനെ കണ്ടിട്ടുണ്ട്. ചേട്ടന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. ഇതാണ് നമ്മുടെ ചേട്ടന്റെ വീട്. ചേട്ടന്റെ വീട് അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഇവിടെ ഇരിക്കുന്ന ഓരോ ഡെക്കറേഷൻ എല്ലാം ചേട്ടൻ്റെ ഐഡിയ. ഇതെല്ലാം ചേട്ടൻ വരച്ചിട്ടുള്ള പെയിന്റിങ്ങുകൾ. ഇതുപോലത്തെ ചേട്ടൻ എന്റെ മുന്നിൽ ഇരുന്ന ഇതൊക്കെ വരയ്ക്കുന്ന വരച്ച് ചേട്ടൻ തന്നെ ഫ്രെയിം ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് ചേട്ടന്റെ കുഞ്ഞിലത്തെ 7-ാം മാസം ആയപ്പോഴുള്ള ചേട്ടന്റെ ഒരു ഫോട്ടോയാണ്. അതുപോലെ നമ്മൾ ലക്കിയുടെ ഫോട്ടോ, ഇതേ പ്രായത്തിൽ ലക്കി ഇരിക്കുന്ന പോലെ ഒരു ഫോട്ടോയും നമ്മൾ എടുത്ത് ഒരുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നീട് ഒരിക്കൽ കാണിക്കാം. അപ്പൊ നമ്മൾ ചേട്ടൻ പാട്ട് പാടും വരയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചേട്ടന്റെ കഴിവുകളൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇത് കണ്ടോ, ചേട്ടൻ തന്നെ വരച്ച ഒരു വലിയ രാജാവിന്റെ പടമാണ്. ആ രാജാവ് ആരാന്നറിയാമോ? രാജാവിനെ കാണിക്കാം. വാ രാജാവേ വാ, ആ മോതിരം കൂടി ഇട്ടോണ്ട് ഇങ്ങോട്ട് വാ. കണ്ടോ, ചേട്ടൻ തന്നെ വരച്ചതാ. കണ്ടോ, തന്നെത്താനെ രാജാവായി വരച്ച ചേട്ടന്റെ ബർത്ത്ഡേ കൂടാനാണ് നമ്മൾ വന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ഓരോന്ന് തോന്നും. അതെല്ലാം അങ്ങ് ചെയ്യും. അതുപോലെ ഇത് കണ്ടോ, ചേട്ടൻ വരച്ചത് ആ മുളങ്കമ്പാണേ. മുളങ്കമ്പില് തേജുട്ടി അതുപോലെ എക്സ്പ്രഷൻ ഇടുക. ഇതിന്റെ ചിരി. മതി. അതുപോലെ സിമെന്റില് അതുപോലെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടന്റെ ഇതെല്ലാം മോൻ വരച്ചല്ലേ മോനെ? ഇത് ഞാൻ ഇന്നാളെ വീട്ടിൽ വന്നപ്പോ വരച്ച പിക്ചറാണ് കേട്ടോ. അത് വെറും പിക്ചർ അല്ല, ഓരോ ക്യാരക്ടേഴ്സിന്റെ എന്തോ ചേട്ടാ മൊണാലിസയുടെ പടമാണ്. എന്ന് വെച്ചാ ചേട്ടനോട് തന്നെ പറയാൻ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരുടെയൊക്കെ കൈയുടെ പടമാണ്. അവര് ചേട്ടനൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. അതിന്റെയൊക്കെ പടമാണത്. പിന്നെ ചേട്ടന്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. ജോണി ഡെപ്പ്. അവരുടെ ഫാൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു സീരിയൽ ചുമ്മാ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ജോണി ഡെപ്പ്. ആരാണ് ഈ ഡെപ്പ്? ഫേമസ് ഹോളിവുഡ്. ഇതാരാ മോനെ? അത് മൊസാർട്ട്, ഫേമസ് വെസ്റ്റേൺ മ്യൂസിഷ്യൻ ആണ്. പിന്നെ ഈ കബോർഡ് കാണുമ്പോൾ വിചാരിക്കും ഈ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര പുസ്തകം വായിക്കുന്നത്, ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഇനിയോ അടുത്തത്. ഞാനാണെങ്കിൽ എന്റെ ചേട്ടൻ ചില്ലറക്കാരനല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ മാമൻ പറയാൻ നോട്ടുകാരനാണോ? ശരിക്കും ചില്ലറക്കാരനാ. അയ്യോ ചില്ലറക്കാരൻ. ഇതെന്തോന്നറിയാം, ഇതെന്റെ ചേട്ടനെ മുറ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല. അപ്പൊ ഇവിടെ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ട് ഷോയ്ക്ക് നോക്കിയിട്ടേക്കുന്നതാണ്. ഇത് ഒറിജിനൽ മുറം വട്ടി ചട്ടി ഇങ്ങനെ കുറെ സാധനമുണ്ട്. ഉറി ഇങ്ങനൊക്കെ കുറെ സാധനങ്ങൾ പണ്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ഇതാണ് മുറം, നെയ്യുന്ന മുറം, പന കൊണ്ട് നെയ്യുന്ന മുറം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതും ചേട്ടൻ വരച്ചുണ്ടാക്കിയതാണ്. പക്ഷേ അല്ല, ഇത് നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചേച്ചി പണ്ട് തൊട്ടേ ക്ലാസിക്കൽ ഡാൻസിന് പോകുന്നതാണ്. ഫ്യൂഷൻ അത്യാവശ്യം അറിയാമേ. ഇത് ചേട്ടൻ വരച്ചൊരു കൃഷ്ണന്റെ മ്യൂറൽ പെയിന്റിംഗ് ആണ് കേട്ടോ. ഇതുപോലെ ചേട്ടൻ അവിടെ ഒരു നരസിംഹത്തിന്റെ മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയൊക്കെ. ഇതിട്ട് ക്യാൻവാസ് ആണ് കേട്ടോ. ഒരു ചെറിയ തേജുട്ടി ചേട്ടൻ ചെയ്യുന്ന ഓരോന്ന് കണ്ട് പഠിച്ചതാ ഇതൊക്കെ കേട്ടോ. ക്യാൻവാസ് ഒന്നും മ്യൂറൽ പെയിന്റിങ് അതൊക്കെ ക്യാൻവാസ് നേരത്തെ അറിയാം. മ്യൂറൽ പെയിന്റിങ് ഇത് കൃഷ്ണന്റെ പടമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചേട്ടന്റെ കയ്യിൽ. നമ്മളത് പലപ്പോഴായിട്ട് കാണിക്കും. അപ്പൊ ഇന്ന് നമ്മളുടെ ചേട്ടന്റെ പിന്നെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കുക. നമ്മളുടെ ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങളിലോട്ട് ഇനി കിടക്കാം. നമുക്ക് ആദ്യം ബർത്ത്ഡേ ബോയുടെ അച്ഛനെയും അമ്മയും പരിചയപ്പെടാം. എൻ്റെ ഹസ്ബൻഡ് സന്ദീപ് ചേട്ടൻ്റെ പെങ്ങളും അളിയനുമാണ്. അപ്പം നമുക്കിനി കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയിലോട്ട് കിടക്കാം. അതിനുശേഷം നമുക്കിവിടെ നമ്മൾ ബന്ധുക്കൾ തന്നെ കുറച്ച് പാട്ടും കലാപരിപാടികളും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം.
ഇനി നമുക്ക് കുറച്ച് പാട്ട് കേൾക്കാം. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ നന്നായിട്ട് പാടുന്നവരാണ്. ആദ്യം തന്നെ നമുക്ക് ബർത്ത്ഡേ ബോയുടെ അനിയത്തിയുടെ ഒരു പാട്ട് കേൾക്കാം. തേജുട്ടിയുടെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? തേജുട്ടി നന്നായിട്ട് പാടിയില്ലേ? അതുപോലെ പിന്നെ സന്ദീപ് ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ്, ഗാനമേളയ്ക്കൊക്കെ പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല ഇതുവരെ പാടുന്നത്. ചേട്ടനോട് ഒരു ഹിന്ദി പാട്ടിൻ്റെ 4 വരി എല്ലാവരും കൂടെ ഒത്തിരി നിർബന്ധിച്ചപ്പോഴൊന്ന് പാടിയിട്ടുണ്ട്. അപ്പം തേജുട്ടി പാടിയതും ചേട്ടൻ പാടിയതും ഓരോരുത്തർ പാടിയതിൻ്റെയും അഭിപ്രായം നിങ്ങൾ പറയണേ. കാറൊഴിഞ്ഞ വാനിൽ ദാഹം തീർന്നിടവേ വഴിക്കോണിൽ ശോകം നിൽക്കൂ ഞാനേകനായി. തിരിഞ്ഞും മറിഞ്ഞും എല്ലാം നിന്ന് എടുത്തോ. എല്ലാരും അടങ്ങിയേ. അയ്യോ തേനു, ചേട്ടന്മാരെ കാണുന്നില്ല. കട്ടിലേ കയറി നിൽക്കി ചേട്ടന്മാരെ. മോനെ മോനെ ഒരു സെൽഫി എടുക്കാനുള്ള തത്രപ്പാടാണ്. ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. പരിപാടിയെല്ലാം ഇത്ര നേരം ഭയങ്കര രസമായിരുന്നു. ഇപ്പം എല്ലാവരും പോകുന്നു, അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. നമുക്ക് നോക്കാം, എല്ലാവരെയും നമുക്ക് ടാറ്റ പറഞ്ഞ് വിട്ടിട്ട് വരാമേ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ് പറ. വണങ്ങിയിരിക്കുക. തേച്ചിട്ട് പറ. തേച്ചിട്ടൊക്കെ കൺക്ലൂഷൻ പറയാനായിരുന്നു. കൺക്ലൂഷൻ മോൻ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ പിന്നീട് കാണാം. ബായ്.